തദ്ദേശഭരണ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രഖ്യാപിക്കും. ഇലക്ഷൻ കമ്മീഷണർ വാർത്താസമ്മേളനം വിളിച്ചിട്ടുണ്ട്. CPM പൂർണ്ണമായി ഒരുക്കിയിട്ടുണ്ടോ ഇലക്ഷനിൽ? യഥാർത്ഥത്തിൽ ഇത് ഗോവിന്ദൻ മാസ്റ്ററും TP രാമകൃഷ്ണനും ഒക്കെ പറയേണ്ടതാണ്. പക്ഷേ CPIM പൂർണ്ണമായിട്ട് ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി CPIM മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പൂർണ്ണമായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. അങ്ങനെ പൂർണ്ണ സജ്ജമായി LDFും CPM നിൽക്കുന്നു. അതുകൊണ്ടാണ് ഡൽഹിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടുത്തെ ഈ കലാപ്രദർശനം കണ്ടിട്ട് പോകാമെന്ന് കരുതി ഞാൻ ഇങ്ങോട്ട് വന്നത്. പ്രതീക്ഷ, കാരണം വലിയ ആരോപണങ്ങൾ തുടർച്ചയായിട്ട് സർക്കാർ ഭരിക്കുമ്പോൾ സ്വാഭാവികമായി ഭരണത്തിൽ വികാരമുണ്ടാകാം. നിരവധി ആരോപണങ്ങൾ ഓരോ ദിവസം ഈ ആശുപത്രികളുമായി ബന്ധപ്പെട്ടൊക്കെ ആരോഗ്യത്തിന് പറ്റുന്ന വലിയ വലിയ ആരോപണങ്ങൾ നൽകുമ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ ജനങ്ങളെ ബാധിക്കുകയാണ്, പ്രതികരിക്കുകയാണ്? യഥാർത്ഥത്തിൽ തുടർച്ചയായിട്ട് LDFിൻ്റെ ഗവൺമെൻറ് ഇവിടെ ഉണ്ടായിരുന്നു എന്നതും മഹാഭൂരിപക്ഷം ത്രിതല പഞ്ചായത്ത് സ്ഥാപനങ്ങൾ LDF ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്നതും എത്ര ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി ജനങ്ങളോട് എത്ര ആത്മാർത്ഥമായ പ്രതിബദ്ധതയോടുകൂടി LDF നീങ്ങുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് അതിൻ്റെ ഗുണം ഈ തിരഞ്ഞെടുപ്പിൽ LDFന് ഉണ്ടാകാൻ പോവുകയാണ്. അതാണ് യാഥാർത്ഥ്യം. ദുഷ്പ്രചരണങ്ങൾ എല്ലാ കാലത്തും നടന്നിട്ടുണ്ട്. പിന്നെ ആശുപത്രികളിലൊക്കെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. കേരളത്തിൻ്റെ ആരോഗ്യമേഖല എന്ന് പറഞ്ഞാൽ ലോകം പൊതുവിൽ ശ്രദ്ധിക്കുന്നതാണ്. ശിശുമരണ നിരക്ക് ഈ ഒരു സംസ്ഥാനത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ പൊതു ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട ആളുകൾ പരിശോധിക്കുന്ന ഒരു അളവുകോലാണ്. അതിൽ നമ്മൾ ഏറ്റവും വികസിച്ച രാജ്യങ്ങളെക്കാളും മുമ്പിലാണ് കേരളം, അമേരിക്കയെക്കാളും മുമ്പിലാണ് കേരളം. 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 5.6 മരണം അമേരിക്കയിൽ നടക്കുമ്പോൾ കേരളത്തിൽ 5 മാത്രമേ ഉള്ളൂ. 0.6 അമേരിക്കയെക്കാളും നമ്മൾ മുമ്പിലാണ്. അപ്പോൾ ഈ നേട്ടങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ അവിടെ ഇവിടെ ഉണ്ടാകും. അത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. തിരിച്ചറിയാൻ തക്ക പക്വതയും തിരിച്ചറിവും കേരളത്തിലെ വോട്ടർമാർക്കുണ്ട് എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്.